ഒക്ടോബർ മാസം 7-ാം തീയതി ജപമാല രാജ്ഞിയുടെ തിരുനാളാണെന്ന് നമുക്കറിയാമല്ലോ. ഈ ദിവസം നിങ്ങളുടെ ഒരു പ്രത്യേകമായ നിയോഗം സമർപ്പിച്ചുകൊണ്ട് ഈ ശക്തിയുള്ള പ്രാർത്ഥന അമ്മയുടെ സന്നിധിയിലേക്ക് അർപ്പിക്കുക. പരിശുദ്ധ അമ്മ തീർച്ചയായും അത്ഭുതം പ്രവർത്തിക്കുകയും നിങ്ങളുടെ ആവശ്യം സാധിച്ചു തരികയും കുടുംബത്തിൽ സമാധാനവും സന്തോഷവും സമൃദ്ധിയും നൽകുകയും ചെയ്യും. നിങ്ങളുടെ നിയോഗങ്ങളും ആമേനും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ജപമാല ചൊല്ലി നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി നിങ്ങളുടെ നിയോഗങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ്. ദൈവകൃപ നിറഞ്ഞവളും ദൈവത്തിൻ്റെ അമ്മയാകാൻ തിരഞ്ഞെടുക്കപ്പെട്ടവളും കാൽവരിയിൽ പുത്രനോടൊപ്പം സഹിച്ച് മനുഷ്യമക്കളുടെ മുഴുവൻ അമ്മയായവളുമായ പരിശുദ്ധ കന്യകാമറിയമേ, ഞങ്ങളിതാ നിന്റെ മക്കൾ നിന്റെ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ജീവിത ക്ലേശങ്ങളാൽ വലയുകയും ചിലപ്പോഴെങ്കിലും തളരുകയും ചെയ്യുന്ന ഞങ്ങളെ അമ്മേ, അങ്ങയുടെ വാത്സല്യത്താലും സാന്ത്വനത്താലും ശക്തിപ്പെടുത്തണമേ. പെന്തക്കോസ്ത വേളയിൽ സ്ലീഹന്മാരെ ഒരുമിച്ച് കൂട്ടി പ്രാർത്ഥനയിൽ മുഴുകിയതുമൂലം പരിശുദ്ധാത്മാവ് ആ സമൂഹത്തിൽ വന്നിറങ്ങി അവരെ ശക്തിപ്പെടുത്തിയല്ലോ. പരിശുദ്ധ അമ്മേ, ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നിയോഗങ്ങളും അവിടുത്തെ കാൽ കീഴിൽ അർപ്പിക്കുന്നു. പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കുവാനും മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കുവാനും അമ്മേ മാതാവേ, ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ. ജപമാല മാസമായ ഈ ദിവസങ്ങളിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ അമ്മേ മാതാവേ, ജപമാല പ്രാർത്ഥനയുടെ അത്ഭുത ശക്തി ഞങ്ങളുടെ മേൽ അമ്മ വർഷിക്കണമേ. ഞങ്ങളിലുള്ള എല്ലാ അന്ധകാര ശക്തികളെയും പൈശാചിക പ്രലോഭനങ്ങളെയും ഞങ്ങളിൽ നിന്നും ദൂരത്തിൽ അകറ്റണമേ. കരുണയുള്ള മാതാവേ, സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരും രോഗികളായി വേദന അനുഭവിച്ചു കഴിയുന്നവരും കുടുംബത്തിൽ സമാധാനവും സന്തോഷവുമില്ലാതെ ജീവിക്കുന്നവരും വിവാഹബന്ധം വേർപെടുത്താൻ നിൽക്കുന്നവരുമായ ഓരോ മക്കളെയും അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അമ്മ മാതാവേ, കരുണയായിരിക്കണമേ. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് നിറയ്ക്കണമേ. പരിശുദ്ധാത്മാഭിഷേകം ഞങ്ങളെ വലയം ചെയ്യട്ടെ. പ്രാർത്ഥനയിൽ ഉണർവുള്ളവരാക്കി ആത്മാഭിഷേകത്തിന് ഞങ്ങളെ ഓരോരുത്തരെയും യോഗ്യരാക്കണമേ. ഞങ്ങൾ ഒന്നു ചേർന്നിരിക്കുന്ന ഈ കുടുംബത്തെയും ഞങ്ങൾ ഓരോരുത്തരുടെയും കുടുംബങ്ങളെയും ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രദേശങ്ങളെയും ഞങ്ങളുടെ എല്ലാ മക്കളെയും പരിശുദ്ധ അമ്മേ, അമ്മയുടെ നിറഞ്ഞ കൃപയിൽ പങ്കുചേർത്ത് സമ്പന്നരാക്കണമേ. ദൈവപുത്രനെ ഉദരത്തിൽ സംവഹിച്ച് ആദി സക്രാരിയായി തീർന്ന പരിശുദ്ധ കന്യകാമറിയമേ, ദൈവിക രഹസ്യങ്ങൾ ധ്യാനിച്ചും ദൈവത്തിൻ്റെ പ്രാർത്ഥനകൾ ഏറ്റുചൊല്ലിയും ദൈവസന്നിധിയിലായിരിക്കുന്ന ഞങ്ങളെ അമ്മ അനുഗ്രഹിക്കണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായ അമ്മയുടെ പുത്രനായ ഈശോയുടെ കുരിശുമരണത്തിൻ്റെ യോഗ്യതകളാൽ ഞങ്ങളെ നിറച്ച് പാപത്തോട് പോരാടാനും രോഗപീഠകളിൽ നിന്ന് വിമുക്തരാകാനും ജീവിത സഹനങ്ങളിൽ ശക്തരാകാനും അമ്മ മാതാവേ, ഞങ്ങളെ നീ യോഗ്യരാക്കണമേ. ജപമാല രാജ്ഞി,
ഞങ്ങളുടെ ഈ സമൂഹത്തെ, ഞങ്ങളുടെ ഈ കൂട്ടായ്മയെ ദൈവസ്നേഹത്താലും പരസ്നേഹത്താലും നിറച്ച് യേശുവിൻ്റെ സാക്ഷികളാക്കണമേ. യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചും അമ്മയുടെ വാത്സല്യം നുകർന്നു മുന്നേറുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. ജപമാല മാതാവേ, അമ്മയുടെ തിരുക്കുമാരനായ ഈശോയുടെ മുന്നിൽ ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം മാധ്യസ്ഥം വഹിക്കുന്നവളായ അമ്മയുടെ കരങ്ങളിലേക്ക്, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങളുടെ ഏറ്റവും അത്യാവശ്യമായ ഒരു നിയോഗം സമർപ്പിക്കുന്നു. നമ്മളുടെ ഒരു നിയോഗം അമ്മയ്ക്ക് സമർപ്പിക്കാം. അമ്മേ നാഥേ, ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ നിയോഗം ഞങ്ങൾ അങ്ങേ തിരുക്കുമാരൻ്റെ സവിധേ സമർപ്പിക്കുന്നു. ഗത്സമിൻ തോട്ടത്തിൽ മരണവേദന അനുഭവിക്കുകയും ഗാഗുൽത്തായിൽ കുരിശുമരണം കൈവരിക്കുകയും ചെയ്ത ഈശോയെ, പാപിയായ എൻ്റെ മേൽ കനിയണമേ. ആശ്വാസം കണ്ടെത്തുന്നതിനായി എങ്ങോട്ട് തിരിയണമെന്നറിയാതെ ഞാനിതാ വലയുന്നു. എൻ്റെ ഉറ്റ മിത്രങ്ങൾ പോലും എന്നിൽ നിന്നും അകന്നിരിക്കുന്നു. എന്നെ സ്നേഹിക്കുവാനും എൻ്റെ കാര്യങ്ങളിൽ ശ്രദ്ധ പതിക്കുവാനും ആരുമില്ലാതായിരിക്കുന്നു. ഈ അവസരത്തിൽ എന്നെ സ്നേഹിച്ച് പരിപാലിക്കുന്ന ഒരു പിതാവ് സ്വർഗത്തിലുണ്ടെന്ന് എന്നെ ധരിപ്പിക്കണമേ. അധ്വാനിക്കുന്നവരും ക്ലേശിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ പക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്നരുൾ ചെയ്ത യേശുവേ, അങ്ങയുടെ സ്നേഹമസൃണമായ വാക്കുകൾ എൻ്റെ കർണപുടങ്ങളിൽ മാറ്റുകൊള്ളട്ടെ. നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും എന്നരുൾ ചെയ്തുകൊണ്ട് നിരാശരായ ശിഷ്യന്മാരെ ആശ്വസിപ്പിച്ച കർത്താവേ, എനിക്കും ഈ പ്രാർത്ഥന ചൊല്ലുന്ന ഓരോ മക്കൾക്കും അങ്ങ് പ്രത്യാശ നൽകണമേ. ഞങ്ങളുടെ ആശകളും ആശങ്കകളും മറ്റാർക്കും വെളിപ്പെടുത്തുവാൻ നിർവാഹമില്ലാത്ത ഈ സാഹചര്യത്തിൽ ഞങ്ങളെ ആശ്വസിപ്പിക്കുവാൻ അവിടുന്ന് എഴുന്നള്ളി വരണമേ. കുന്തത്താൽ കുത്തി തുറക്കപ്പെട്ട അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങളെ പൂർണ്ണമായും സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ടും ഞങ്ങളുടെ എല്ലാവരുടെയും നിയോഗങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയുടെ തിരുഹൃദയത്തിൻ്റെ വരപ്രസാദവും ആശീർവാദവും എന്നും ഞങ്ങളോടുകൂടെ ഉണ്ടായിരിക്കണമേ. ദൈവമാതാവേ, അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തണമേ. അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ. അവിടുത്തെ അനുഗ്രഹത്തിൻ്റെ ഫലമായി ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. സകല ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ദൈവമാതാവേ, ഞങ്ങളുടെ ഈ അപേക്ഷകളൊക്കെയും അങ്ങേ തിരുക്കുമാരൻ ഈശോ മിശിഹായുടെ യോഗ്യതകളാൽ ഞങ്ങൾക്ക് പ്രാപിച്ചു തരണമേ. സ്വർഗത്തിൻ്റെ രാജ്ഞി ജപമാല മാതാവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഇന്നേ ദിവസം അമ്മയുടെ ശക്തി ഞങ്ങൾക്കായി ചൊരിയണമേ. അവിടുത്തെ സമ്പത്ത് ഞങ്ങളുടെ മേൽ വർഷിക്കണമേ. ഞങ്ങളുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും അവിടുത്തെ സ്വന്തമാക്കണമേ. അങ്ങനെ ഞങ്ങൾ അനുഗ്രഹീതരും സന്തുഷ്ടരും ആയിത്തീരുവാൻ അവിടുന്ന് ഇടവരുത്തണമേ. ദൈവമാതാവേ, ഞങ്ങളുടെ എല്ലാ സഹനങ്ങളും കഷ്ടപ്പാടുകളും ഞങ്ങളുടെ രക്ഷയ്ക്കും അനുഗ്രഹത്തിനും കാരണമാക്കണമേ. ദൈവമാതാവേ, ജപമാല രാജ്ഞി, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ.